കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ IT, ഫിനാൻസ് ഉൾപ്പെടെയുള്ള സെക്ടറുകൾ നേരിട്ട സെല്ലിംഗ് പ്രഷറിന്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് 183 പോയിന്റ് അല്ലെങ്കിൽ 0.76% ഇടിയുകയും 24,000-അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. IT സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു നോട്ടബിൾ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. വിപ്രോ, ടെക് മഹീന്ദ്ര, TCS തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ലൂസറായി മാറി. ഓട്ടോമൊബൈൽ സെക്ടറിൽ മിക്സഡ് പെർഫോമൻസ് കാണാൻ സാധിച്ചു. സെയിൽസ് ഡേറ്റയുടെ പശ്ചാത്തലത്തിൽ ഹീറോ മോട്ടോർ കോർപ്പ് 2% ഇടിഞ്ഞപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 3% ഉയരുകയാണ് ചെയ്തത്. നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകളിൽ 39 സ്റ്റോക്കുകളും പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ONGC, മാരുതി, ഏഷ്യർ മോട്ടോർ, ബജാജ് ഫിൻസർവ് തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനറായി മാറിയപ്പോൾ ICICI ബാങ്ക്, HDFC ബാങ്ക്, ഹിൻഡാൽകോ, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് തുടങ്ങിയവ ടോപ്പ് ലൂസറായി മാറി. കഴിഞ്ഞ ദിവസം ഇന്ത്യ വിക്സ് 1% കൂളായതും ഗോൾഡിൻ്റെ വില 0.04% ഫ്ലാറ്റ് സൈഡിലാണ്. ഗോൾഡിൻ്റെ വിലയിൽ 0.04% ഫ്ലാറ്റ് ക്ലോസിങ്ങും കാണാൻ സാധിച്ചു. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.28% ഇടിഞ്ഞ് $75.72 പെർ ബാരലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഗോൾഡിൻ്റെ വിലയും ബ്രന്റ് ക്രൂഡിൻ്റെ വിലയും മാർക്കറ്റിന് അനുകൂലമാണെങ്കിലും ഡോളർ ഇൻഡെക്സ് 108-ന് മുകളിൽ നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ അമേരിക്കയുടെ ഉയർന്ന ബോണ്ട് ഈൽഡും ഇന്ത്യൻ മാർക്കറ്റിനെ ആശങ്കപ്പെടുത്തുന്ന 2 പോയിന്റുകളാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ റീറ്റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു ഏറ്റവും മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചത്. അവിടെ എടുത്തു പറയത്തക്ക രീതിയിൽ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് അവന്യൂ സൂപ്പർ മാർട്ട്. ഇൻട്രാഡേയിൽ അവന്യൂ സൂപ്പർ മാർട്ട് 15% ഉയർന്ന് 4,182-ന് എത്തുകയും 11% അപ്സൈഡിൽ സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ Q3 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. ഈ Q3 ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനായിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷത്തെ ഡിസംബർ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഡിസംബർ ക്വാർട്ടറിൽ 17.49% സ്റ്റാൻഡ് അലോൺ റവന്യൂവിൽ ഉണ്ടായിരിക്കുന്ന വർധനവ്. ഇതുവഴി സ്റ്റാൻഡ് അലോൺ റവന്യൂ 15,565 കോടിയായി ഉയർന്നു. കൂടാതെ ഡിസംബർ ക്വാർട്ടറിൽ 10 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തതോടുകൂടി ഡിമാർട്ടിൻ്റെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 387-ലേക്ക് വളരുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഡിസംബർ ക്വാർട്ടറിൽ 11,304 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു കമ്പനി റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ, അതായത് Q2-ൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ വന്ന ഇടിവിൻ്റെ പശ്ചാത്തലത്തിലും കമ്പനിയുടെ റവന്യൂവിൽ ഗ്രോത്ത് കാണാൻ സാധിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും ഡിമാർട്ട് എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരികയും സ്റ്റോക്ക് ബിയറിഷ് ട്രെൻഡിലേക്ക് മാറുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ വന്ന സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം ചാർട്ടിനെ പോസിറ്റീവ് സൈഡിലേക്ക് മാറ്റുകയും സ്റ്റോക്കിൽ വന്ന ബിയറിഷ് ട്രെൻഡിന് ഒരവസാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ ഡിമാർട്ടിൻ്റെ പ്രോഫിറ്റിൽ 5.78% വർധനവായിരുന്നു കാണാൻ സാധിച്ചത്. റവന്യൂവിൽ 14% വർധനവുണ്ടായിരുന്നു. 12,624 കോടിയിൽ നിന്നും 14,444 കോടിയിലേക്കും, പ്രോഫിറ്റ് 623-ൽ നിന്നും 659-ലേക്കുമാണ് ഉയർന്നത്. അതേസമയം കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ ഡിമാർട്ടിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് ഏകദേശം 15% ഉയരുകയും ചെയ്തിരുന്നു. ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോൾ മാത്രമേ യഥാർത്ഥ പിക്ചർ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളായി ഡിമാർട്ട് ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം സെല്ലിംഗ് പ്രഷർ നേരിടുന്ന ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്തത്. കൂടാതെ ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ട് നോക്കിയാലും മിക്സഡ് റെസ്പോൺസ് ആണ് നൽകുന്നത്. CLS എന്ന ബ്രോക്കേജ് ഏജൻസി 5,360 രൂപയുടെ ടാർഗറ്റ് ഡിമാർട്ടിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ അനാലിസിസ് നോക്കുകയാണെങ്കിലും 50% അപ്സൈഡിലേക്ക് നീങ്ങാനുള്ള പൊട്ടൻഷ്യൽ സ്റ്റോക്കിനുമുണ്ട്. അതേസമയം മാക്വറി, മോർഗൻ സ്റ്റാൻലി തുടങ്ങിയ കമ്പനികൾ ഡിമാർട്ട് 20%-അടുത്തുള്ള ടോപ്പ് ലൈൻ ഗ്രോത്ത് പ്രതീക്ഷിച്ചെടുത്ത് 14%-അടുത്തുള്ള ടോപ്പ് ലൈൻ ഗ്രോത്ത് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എന്നതിനെ തുടർന്ന് ഡൗൺഗ്രേഡ് എന്ന റേറ്റിംഗും അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. ബ്രോക്കേഴ്സിൻ്റെ കോളിനനുസരിച്ചും ഡിമാർട്ട് എന്ന സ്റ്റോക്ക് വോളറ്റൈൽ ആകാനുള്ള സാധ്യതയുണ്ട്. ഡിമാർട്ട് പോലെ തന്നെ നമ്മൾക്ക് ഈ സെക്ടറിൽ നിന്നും ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് വിശാൽ മെഗാ മാർട്ട്. റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ കമ്പനിയാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 4.7% ഉയർന്ന് 112 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും അതുപോലെ തന്നെ ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റും അതുപോലെ തന്നെ മറ്റുള്ള പാരലൽ റീറ്റെയിൽ കമ്പനികളുടെ ഇപ്രാവശ്യത്തെ മികച്ച പെർഫോമൻസിൻ്റെയും പശ്ചാത്തലത്തിലാണ് വിശാൽ മെഗാ മാർട്ട് എന്ന സ്റ്റോക്കും പെർഫോം ചെയ്യുന്നത്. ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനെ കുറിച്ച് നമ്മൾ അനാലിസിസ് ചെയ്തു കഴിഞ്ഞു. അവന്യൂ സൂപ്പർ മാർട്ട് 15,000 കോടി രൂപയുടെ റവന്യൂ എന്ന മൈൽ സ്റ്റോൺ മറികടന്നതിൻ്റെ ഇമ്പാക്റ്റ് ഒട്ടുമിക്ക റീറ്റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിലും പ്രകടമായിരുന്നു.
മറ്റൊരു കമ്പനിയായ V2 റീറ്റെയിലിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ റവന്യൂ 58% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചതും കമ്പനിയുടെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 25%-ഓളം ഉയർന്നതും V2 റീറ്റെയിൽ 45 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും അവരുടെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് 1085 നിന്നും 1219 ഉയരുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ V2 റീറ്റെയിൽ എന്ന സ്റ്റോക്കും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5% അപ്പർ സർക്യൂട്ടിൽ ക്ലോസിംഗ് നൽകി. വിമാർട്ടിൻ്റെ പിയറായി കണക്കാക്കാവുന്ന ഡിമാർട്ട്, V2 റീറ്റെയിൽ തുടങ്ങിയ കമ്പനികളുടെ ഡീസൻറ്റ് പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വിശാൽ മെഗാമാർട്ട് എന്ന സ്റ്റോക്കിൽ മികച്ച ബൈയിങ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ വിമാർട്ട് ഡീറ്റെയിലിൻ്റെയും ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ 16%-ഓളമുള്ള റവന്യൂ ഗ്രോത്തും 10%-അടുത്തുള്ള സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ചാൽ ഒട്ടുമിക്ക റീറ്റെയിൽ കമ്പനികളും പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിശാൽ മെഗാമാർട്ട്, ട്രെൻഡ് പോലുള്ള സ്റ്റോക്കുകളെ വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. 33% പ്രീമിയത്തോടു കൂടി റീസെൻ്റ്ലി മാർക്കറ്റ് ലിസ്റ്റഡ് ആയ കമ്പനിയാണ്. അതിനുശേഷം ടെക്നിക്കലി 100 രൂപയ്ക്കടുത്ത് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിലേക്ക് നീങ്ങുകയാണ്. 115 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, 115-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 130, 140 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. 105 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസും 100 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്